ഹായ് ഫ്രണ്ട്സ്, ഞാൻ കൂടുതലൊന്നും പറയില്ല, നല്ല തിരക്കാണ്, എല്ലാവരും വേഗം വരാൻ പറയില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോടില്ലേ ബീച്ച് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തൊക്കെ പോകുന്ന വീഡിയോ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ട് പറഞ്ഞു നമ്മളിതങ്ങനെ പുറത്തൊക്കെ ഉണ്ട്. ജൂനൊക്കെ ഉണ്ട്, വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ജിനെ ഒരു ഹായ് പറയും. ഹായ് ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. നമ്മളങ്ങോട്ട് പോകണ ജിനി അങ്ങോട്ട് പോകണ അറിയാം ബീച്ചൊക്കെ എവിടെയാണുള്ളത്? പാലക്കാട് ബീച്ചൊക്കെ. പാലക്കാടോ? കോഴിക്കോടല്ലേ? പാലക്കാട് എന്നൊക്കെ പറഞ്ഞു, കോഴിക്കോടാണ് കേട്ടോ. ഒരു സ്ഥലം അറിയാത്തോണ്ടാ ഇട്ടേക്ക് സ്ഥലം അറിയില്ല. ജൂനുകൊണ്ട് ഉടുപ്പ് കാണിച്ചു കേട്ടോ. എപ്പോഴും ഇങ്ങനെ ആദ്യം ഉണ്ടല്ലോ നമ്മൾ ഓരോക്കാൾ മുമ്പ് നമ്മൾ മാറ്റി കൈണ്ടാവുക എല്ലാം നമ്മളെന്നെ ഔട്ട് കൈണ്ടാവുക. പക്ഷെ ഉണ്ടല്ലോ ഇറങ്ങാൻ നേരത്തെ ഓർക്ക് നല്ല തിരക്കാവും. പക്ഷെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഓർക്കറ്റ ഓരോ തിരക്കൊക്കെ പോവുകയും ചെയ്യും. നമ്മളിങ്ങനെ ഒറ്റക്ക് ആരൊറ്റം വരുന്നില്ല. നമ്മൾ തന്നെ ഇങ്ങനെ ഒറ്റക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ജുനുവിൻ്റെ ഉടുപ്പ് അങ്ങനെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടവരും കമൻറ്റ് ചെയ്യട്ടെ താഴെ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ നാട്ടിൽ ഫാമിലിയില്ല വലിയ ബിസിനസ്സുകാരാണെന്ന് വിചാരം ആരുണ്ടാവില്ല. വീട്ടിലാണെങ്കിലൊക്കെ എപ്പോഴും ചെയ്യിലാണ് ഫോൺ. ആ ബാക്കിൽ രണ്ടാളുകളല്ല കേട്ടോ, ഇതിന് മുമ്പിൽ വേറെ ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളെ കൂടെ ഉള്ളവരാണ്. നമ്മൾ എത്ര ആൾക്കാരാണ് പോകണമെന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി അറിയണോലൊക്കെ ഈ വഴിയുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അല്ല ഇന്നെ അറിയണവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കൂടെ ആളാണ്. ഇനിയും ഇതൊക്കെ ഒരു 1-2 ആൾക്കൂടി ഒരാൾക്കാരും കൂടി വരാൻ പോകുന്നു. ഇന്ന് എൻ്റെ താത്തൻ്റെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ച് ബാക്കി വീഡിയോ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. വെറുതെ നോക്കിക്കാരോ, വേറൊന്നും പറയാനൊന്നുമില്ല. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടുന്ന് ഇനി എങ്ങനെ പോവാന്ന് നമുക്കറിയാം. ഒത്തി കൊള്ളിച്ചൊക്കെ പോകും. എന്തായാലും വീഡിയോ എടുക്കാൻ പോകില്ല. അപ്പം ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ അവിടെ എത്തിയിട്ട് വായിക്കലോ കാണിച്ചത്. സാധാ എന്താ പറയാ, നമുക്ക് ഒരു വണ്ടിയും കിട്ടിയില്ല. നമ്മളെ കണ്ടത് എല്ലാവരും പേടിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോൾ ചില സ്ഥലത്തൊക്കെ പോവാണെങ്കിൽ എത്ര ആളുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മളെപ്പോഴും കുറേ ആൾക്കാരുണ്ടാവും. വലിയ ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ കുത്തി പൊളിച്ചൊക്കെ പോവുക. ഒരു വണ്ടി നിർത്തിയിട്ട് നമ്മളെ കണ്ടത്. എത്ര നേരെ അറിയാം ഇവിടെ തന്നെ റോട്ടിൽ ബാക്കി വിഷയങ്ങളൊക്കെ എന്തായാലും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ മനസ്സിലായി ആകെ പറഞ്ഞത് ഒരു താത്തൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച അല്ലേ കല്യാണത്തിനിട്ട മൈലാഞ്ചൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും നേരം നമ്മൾ കാത്തുനിന്നിട്ട് ഒരു വണ്ടി കൂടി വന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. നമുക്കിങ്ങനെ നമ്മളിങ്ങനെ വെള്ളം നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വണ്ടി സാധാ വരാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങുകയാണ്. എന്തെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് നിങ്ങളെ ഫോണിൽ കൂട്ടുകാരൊന്നുമില്ല. ഇത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നു. എൻ്റെ അമ്മായി വെക്ക്. അമ്മായി പറയുന്നത് എന്താണ്? അമ്മായി പറയാണ് ഈ വീഡിയോ എന്താണ്, ഈ വീഡിയോ അമ്മായിക്ക് മടിയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണട്ടോ. എൻ്റെ വീട്ടിലെത്തില്ല എല്ലാത്തിനും മടിയാണ്. ക്യാമറിന് മുമ്പിൽ നിൽക്കാൻ മടി, ഇതാക്കാൻ മടി, എല്ലാത്തിനും മടിയാണ്. അതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ അറിയാൻ മതി. ഇവിടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡാണ്.
അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. അതിനുമ്പ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ പോകലാണ് സാധാ. സ്കൂളിൽ കഴിഞ്ഞ് നല്ല വിഷമാവുണ്ട്. സ്കൂളിൽ പഠിക്കാനൊന്നല്ല, വെറുതെ തിരിച്ച് നടത്താനായിട്ട്. അവിടുന്ന് തന്നെ കാണുന്നതിൻ്റെ വീടാണ് കേട്ടോ. എനിക്ക് ഇവിടുന്ന് വീടൊക്കെ കാണാം നമുക്ക്. നമ്മളങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് ഓട്ടോ എപ്പോൾ എത്തിയിട്ട് വിട്ടു. ടൈം 6:30 എപ്പോഴാണ് അവിടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ബീച്ചിലെത്തി. ഇപ്പം നമ്മൾ ബീച്ചിലായിട്ടുള്ളൂ. ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ടൈം എത്രയായി? 6:50. ഇപ്പോഴാണ് നമ്മൾ എത്തിയുടെ എക്സിബിഷനൊക്കെ നടക്കുന്നത്. അവിടെ പാണെന്നൊക്കെ പറഞ്ഞിരിക്കണ്. എന്താ അറിയില്ല. ഇപ്പം നമ്മളിവിടെ നിൽക്കണമെന്ന് വെച്ചാൽ കാണിച്ചു കേട്ടോ എന്തിനാ അവിടെ നിൽക്കണമെന്ന്. നമ്മളങ്ങനെ ഇവരൊക്കെ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തിന്നാൻ പറ്റില്ല. പൈനാപ്പിളാണോ ഐശ്വര്യ ചുറ്റിട്ടുള്ളതൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ല. അമ്മയൊക്കെ നല്ല തിന്നുണ്ട്. രാത്രി എത്തിയതുണ്ട്. കടലുണ്ട്. കടൽ മുങ്ങിപ്പോയി. ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണിച്ചിട്ടുള്ളൂ. ആൾക്കാരൊക്കെ പേര് എഴുതുന്ന സാധനങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യാം. ഞാൻ എടുത്തുണ്ട് കാണിച്ചു കേട്ടോ. വാങ്ങിച്ചു കണ്ടിട്ടുണ്ട്. ഇതിനോട് വാങ്ങിച്ച കാണിച്ചത്. ഇതിന് എത്ര പൈസ കഴിഞ്ഞോ? കോടി ഓളറിയാം. അതിന് 10-20 ആട് സാധനത്തിന് 50 കൂട്ടും. എത്ര 70-80 ഞങ്ങൾ ഇവിടെ എക്സിബിഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ സൈഡിലേക്കായിട്ടൊന്നും പോകുന്നില്ല. എനിക്ക് പോകണമെന്ന് കിട്ടുമോ? ഉണ്ടാവില്ല. ചൂടെടുക്കല്ല. ഇവിടെ കാണാത്തവരൊക്കെ കണ്ടുപോയി. എക്സിബിഷൻ്റെ ഇത് കാണിച്ചരാ. അങ്ങ് കണ്ട് വിചാരിക്കും. ഒരു സൈഡിലേക്ക് എക്സിബിഷൻ്റെ ഇതാണ്. കറങ്ങണുണ്ടോ? കണ്ട് പോയി കിട്ടും. ഫ്രണ്ട്സ് അപ്പം തിരിച്ചു പോകാൻ അപ്പോഴാട്ടോ ഇതാട്ടോ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു എക്സിബിഷനാണ് ഇവിടെ. ഞങ്ങൾ പോണില്ല എന്നൊക്കെ പറഞ്ഞു. ഇവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടി ആർക്കും അറിയില്ല. ശരിക്കും അറിയില്ല. അവിടെ കാരണം വേറെ ആൾക്കാർ നിൽക്കണുണ്ടോ? ഒരു ഗുണമുണ്ടോ? അത് കൊട്ടണ ഒച്ചയാണ്. അതിനെ കൊട്ടുമ്പോ ഒരു ഒച്ച കേട്ടോ. ഒരു ഭൂമി കൊണ്ടുവരുന്ന വെച്ചാ കലർന്നുണ്ട്. പേടി ഇവിടെ കണ്ടിട്ട്. അത് ശരിക്കും ജീവൻ വീഡിയോ എടുക്കുന്ന